ചേട്ടാ, നിങ്ങൾക്ക് എന്നോട് ഒരു അല്പമെങ്കിലും സ്നേഹമുണ്ടോ? ചേട്ടാ, ഇവിടെ മീൻ കൊണ്ടുവരുന്ന ആ ചന്ദ്രികയുടെ വീട്ടിൽ വരെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പുറത്തെ ജിൻസിയുടെ വീട്ടിൽ വരെ എന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചെന്ന് അറിയോ? ഇനി ഈ വീട്ടില് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് ഞാൻ തുണി അലക്കുന്നുള്ളൂ. ഞാൻ തൽക്കാലം മുഷിഞ്ഞിട്ടുണ്ട് നടന്നോളാം കേട്ടാ. ഓ, എന്നാ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് ചോറും കറിയും കൂട്ടാനും എല്ലാം വെക്കുന്നുള്ളൂ. എന്റെ തീരുമാനം. നീ വാഷിംഗ് മെഷീന്റെ അകത്തിട്ടാണ് ചോറും കറിയും വെക്കണത്. ഇരുമ്പത്തിന് ചേട്ടന്റെ പെണ്ണാണ് വന്നപ്പോഴേ എന്റെ അച്ഛൻ പറഞ്ഞതാ, മോളെ നിനക്ക് ഈ മോന്തരം വേണോന്ന്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലല്ലോ അങ്ങനെയാ. ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് കോന്തനാവും, കുറെ കഴിയുമ്പോ പ്രാന്തനാകും. ചേട്ടൻ എനിക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തന്നോണ്ടോ ഇല്ലയോ? നീ ആദ്യം വായ നടച്ചിട്ട് നാക്കെടുത്ത് അകത്തോട്ടിട്. എനിക്ക് വാഷിംഗ് മെഷീൻ എന്താന്ന് വെച്ചാൽ മേടിച്ച് തരാം. ഹോ, മനുഷ്യന് സമാധാനത്തോടുള്ള ചായ കുടിക്കാൻ പോലും സമ്മതിക്കില്ല. അടിപൊളി ഏട്ടാ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എനിക്ക് ഏട്ടാ ഇത്രയും പെട്ടെന്ന് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരൂ. വാഷിംഗ് മെഷീൻ മേടിച്ചെന്നില്ലെങ്കിൽ നീ എന്നെ കുടുംബത്തിൽ കിടത്തി പുറപ്പിക്കില്ലല്ലോ. അല്ല ഏട്ടാ, ഇതിനെന്തോ ഒരു പഴമ പോലെ. അത് ഈ ജപ്പാൻ കമ്പനി ഇല്ലേ, അവരുടെ പഴമ നിലനിർത്തിക്കൊണ്ട് പുതിയ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നതാണ്. പുതിയ ടെക്നോളജി. ചേട്ടാ, അതെ, എനിക്ക് നമ്മുടെ വാഷിംഗ് മെഷീന്റെ ടെക്നോളജി അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നു സുജി, അത് സെൻസറാണത്. നമ്മൾ മനുഷ്യരാരും അതിന്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻ വർക്കിംഗ് ആവൂല, മനസ്സിലായോ? അതുപോലെ തന്നെ രാത്രി 1 മണി കഴിയണം ഈ നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ. ഭൂമിയുടെ സൂര്യന്റെ ഈ താപനില ഉണ്ടല്ലോ, ചൂടിന്റെ താപനില, രാത്രി 1 മണി കഴിയുമ്പോൾ അത് കുറയുള്ളൂ. അപ്പൊ നമുക്ക് അലക്കാനുള്ള തുണി നമ്മൾ വാഷിംഗ് മെഷീനിൽ കൊണ്ട് ഇട്ടേക്കുക. രാത്രി ആവുമ്പോ നേരം വെളുക്കുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീൻ തുണി അലക്കി വെച്ചിട്ടുണ്ടാവും. എന്തൊരു ടെക്നോളജി അല്ലേ ഏട്ടാ? അതെ, മനുഷ്യരാരും അതിന്റെ അടുത്ത് നിൽക്കരുത്. അതിന്റെ സെൻസറാണത് വാഷിംഗ് മെഷീൻ. നമ്മുടെ ഈ കാറിലൊക്കെ ഉള്ള സെൻസർ പോലെ. അതെ അതെ, നമ്മൾ അതിന്റെ അടുത്ത് നിന്നാൽ ഇത് വർക്ക് ചെയ്യില്ല. രാത്രി 1 മണി കഴിയണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. നിനക്ക് ഇരുമ്പനംകാരന് പുച്ഛമായിരുന്നല്ലോ. ഇരുമ്പനംകാരൻ കോന്തനാണ്, പ്രാന്തനാണ്. ഇരുമ്പനംകാരനില്ല കാണായിരുന്നു. ഇനി എന്റെ ഇരുമ്പനംകാരനെ ഞാൻ ഒന്നും പറയില്ല. ഇരുമ്പനംകാരനില്ലായിരുന്നെങ്കിൽ ഇപ്പോ ജപ്പാന്റെ പുതിയ ടെക്നോളജി ഈ വീട്ടിലെത്തില്ലായിരുന്നു. ഇതാരും വിനോദേട്ടനാ? വാ വാ. വിനോദേട്ടൻ അറിഞ്ഞായിരുന്നോ ഞങ്ങൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു? സീമ പറഞ്ഞായിരുന്നു. ഞാൻ സീമ ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു. വാഷിംഗ് മെഷീൻ കണ്ടിട്ടിരിക്കും. പോയിട്ട് വരട്ടെ. പിന്നെ ജപ്പാൻ മോഡലാ, പുതിയ ടെക്നോളജി. വാ, വെയിൽ കൊണ്ടുകൂടാ. ഒരുമാതിരി പോക്കിരുത്തരം കാണിക്കരുത്. ഞാൻ എൻ്റെ കയ്യിലിരിക്കണ കാശ് കൊടുത്ത് റസ്ക് മേടിച്ച് തിന്നത് അത്ര വലിയ പോക്കിരുത്തരമാണോ? ഇതല്ല. ഞാൻ എന്ത് ചെയ്തതിന്? നീ നിന്റെ ഭാര്യക്ക് സാരി മേടിച്ചു കൊടുത്തായിരുന്നു. അത് അവൾ അപ്പം തന്നെ എൻ്റെ ഭാര്യ എടുത്ത് വിളിച്ചു കൊടുത്തു. എനിക്ക് സാരി വേണമെന്നല്ലേ പറഞ്ഞത്. നീ നിന്റെ ഭാര്യക്ക് ചുരിദാറങ്ങൾ മേടിച്ചു കൊടുത്താൽ? ഞാൻ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ. ഓ, അപ്പം തന്നെ അവള് സീമയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. മര്യാദക്ക് എനിക്ക് പുതിയ ചുരിദാർ വാങ്ങിച്ചു തന്നു. ഇപ്പം അതേ പുതിയ ടെക്നോളജിയുള്ള വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തേക്കാണ്. എനിക്കും വേണം അതുപോലത്തെ ഒരു വാഷിംഗ് മെഷീൻ. ഇവിടെ ഞാൻ എവിടെ നിന്ന് മേടിച്ചു കൊടുക്കാനാണ്? എൻ്റെ വിനോദേ, 500 രൂപ എടുക്കാനുണ്ടാവോ? ഉണ്ടെങ്കിൽ എടാ, 500 രൂപ എടുക്കാനുണ്ടെങ്കിൽ പുതിയ ടെക്നോളജിയിലുള്ള വാഷിംഗ് മെഷീൻ ഞാൻ നിനക്ക് മേടിച്ചു തരാം. നമ്മുടെ ആക്രിക്കടക്കാരൻ ശിവദാസനില്ലേ, അവിടെ ചെന്നാൽ ഇതുപോലത്തെ വാഷിംഗ് മെഷീൻ കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്ന സാധനം 500 രൂപയ്ക്ക് പോരും. അത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് സെൻസറാണെന്ന് പറയുക, അതിൻ്റെ അടുത്തോട്ട് ആരും ചെല്ലാൻ പാടില്ലെന്ന് പറയുക. എന്നിട്ട് രാത്രി ആവാൻ നേരത്ത് നിൻ്റെ ഭാര്യ കൊണ്ടിടുന്ന തുണി കംപ്ലീറ്റ് അലക്കി അതിനകത്ത് വെച്ചേക്കണം. നേരം വെളുക്കുമ്പോൾ നിൻ്റെ പെണ്ണുമ്പോൾ വരുമ്പോൾ തുണി കംപ്ലീറ്റ് അലക്കി വെച്ചിട്ടുണ്ടാവും. കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. വേറെ 500 രൂപയെ പോവുള്ളൂ, മനസ്സിലായ? അത് മാത്രമല്ല, ഞാനിത് പറഞ്ഞ് റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുക. എൻ്റെ ഭാര്യ അറിയാലോ നിനക്ക്, കാണാനൊരിത്തിരി മെനയുണ്ടെന്നുള്ളൂ, തലക്കകത്ത് ബോധമില്ല. പക്ഷെ നിൻ്റെ ഭാര്യ അങ്ങനെയല്ല, ഈ പറഞ്ഞ് രണ്ടുമില്ല. ഞാൻ പോണം. അല്ല, അപ്പം നീ വാഷിംഗ് മെഷീൻ മേടിക്കണല്ലേ? ശിവദാസൻ്റെ ആക്രിക്കട അടക്കണ മുമ്പ് പോയി മേടിക്കണം. ഇല്ലല്ലേ?
അത് പോയി. അയ്യോ, നമ്മുടെ ഇവിടെ ഉണ്ടായ പഴം കൊടുക്കാന്ന് വെച്ചാ കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ ഉണ്ടായ പഴം നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. പക്ഷേ തിന്നാനുള്ള യോഗങ്ങൾ വേണമല്ലോ. വിനോദ് ഓരോരോ സംശയങ്ങൾ ചോദിച്ചു വന്നതാ. എന്ത് പെട്ടെന്ന് പോയി? പെട്ടെന്ന് പോയിട്ടെ, നമ്മളെ വാഷിംഗ് മെഷീനെ കുറിച്ച് കേട്ടപ്പോൾ അവനും ഒരു വാഷിംഗ് മെഷീൻ പുതിയത് മേടിക്കണമെന്ന്. ഇവിടെ ഉണ്ടായതാണോ? നമ്മുടെ പറമ്പിലുണ്ടായത്. ആണോ? നിങ്ങളല്ലേ പറിച്ചോണ്ട് വെച്ചേ? നീ ഓർമ്മയില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പെട്ടെന്ന് 2 മണിയാണ്. പെട്ടെന്ന് 2 മണി? അതല്ലാത്ത നമ്മുടെ വാഷിംഗ് മെഷീനെ നമ്മുടെ തുണിയൊക്കെ അലക്കി എടുത്തു വെച്ചേക്കില്ലേ, അത് കാണാൻ. അത് വാഷിംഗ് മെഷീന്റെ ടെക്നോളജി ആണല്ലോ. അത് നമുക്ക് നേരം എടുക്കുമ്പോൾ കാണാം, തുണിയെല്ലാം അലക്കി അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ടാവും. അല്ല, ഞാൻ 2 മണിക്ക് അലാറം വെച്ചു. 2 മണിക്ക് അലാറം വെച്ചാ? നീ ഉറങ്ങാൻ നോക്ക്, വേഗം ഓട്ടെ. ഒരു നേരം സാധനത്തിന്റെ വായിൽ നാക്കിടക്കില്ല. അയ്യോ, അലാറം അടിച്ചു. സിജു, ഇവിടെ പണി കിട്ടി. എന്താണ്? നീ പറഞ്ഞ കേട്ട് ഞാൻ ആക്രിക്കടയിൽ നിന്ന് വാഷിംഗ് മെഷീൻ കൊണ്ട് മേടിച്ചുകൊണ്ട് കൊടുത്തു. അത് അവിടെ പിടിച്ചു. അവിടെ ഗർജന നീ ഒന്ന് കാണുന്നു. ചിരിക്കണ്ട. നിവൃത്തിയില്ലാതെ വന്നപ്പോ ഇത് മുഴുവനും നിന്റെ ഐഡിയ ആണെന്നും നിന്റെ വീട്ടിലിരിക്കുന്ന ഇതുപോലത്തെ ഒരു വാഷിംഗ് മെഷീൻ ആണെന്ന് ഞാനോട് പറഞ്ഞു. നീ എന്നെ പണിയാണ് കാണിച്ചത്. നിന്റെ ഭാര്യ എന്റെ ഭാര്യയോട് വിളിച്ചു പറയില്ലേ? വിളിച്ചു പറയൂല. അങ്ങനെ വിളിച്ചു പറയാതിരിക്കാൻ ഞാൻ അവളെ സത്യം ജയിച്ചു. ഭഗവതിയാണ് സത്യം. നമ്മുടെ വീടിന്റെ പുറകിലുള്ള പള്ളിയിലെ പുണ്യാളനാണ് സത്യം ആ പറയുന്നത്. പുണ്യാണ് അവിടെ ഇരുന്നോട്ടെ. ചേട്ടൻ ഇനി എന്റെ വിശ്വാസം എനിക്ക് വിശ്വാസമില്ല. സത്യം. യാതൊരു കാരണവശാലും ഈ നിന്റെ ഭാര്യ അറിയില്ല. ചേച്ചി പറയേ. എടി സുജി, നീ അറിഞ്ഞോ? നിന്റെ ആ ഇരുമ്പരങ്ങാനില്ലേ നിന്നെ പറ്റിക്കുമായിരുന്നേ. ആ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യില്ലാന്നേ. അതായിരുന്നു എന്റെ ചേച്ചി. ഇവിടെ ഇരിക്കുന്ന വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യത്തില്ല എന്നും ഏതോ ഒരു ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഇതെനിക്ക് അറിയാമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞാലേ പിന്നെ ഇവിടെയുള്ള തുണികളൊന്നും ചേട്ടൻ അലക്കി ഇടത്തില്ല. എൻ്റെ ചേച്ചി, എനിക്കിപ്പോൾ അമേരിക്കയുടെയോ ജപ്പാൻ്റെയോ വാഷിംഗ് മെഷീൻ വേണമെന്നൊന്നുമില്ല. എനിക്കൊരു ഇരുമ്പന വാഷിംഗ് മെഷീൻ ആയാലും കുഴപ്പമൊന്നുമില്ല.